അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളുടെ സ്കൂൾ ട്രിപ്പിൻ്റെ. ഇത് ഊട്ടി 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 ഇന്നലെ കയറ്റം കയറിയപ്പോ ഒക്കെ ഭയങ്കര തണുപ്പായിരുന്നു. കാപ്പി കുടിക്കാൻ പോവാ. ലീക്ഡ് ഫോട്ടോ കൊറിയൻ പോയി തുണി ഇല്ലാതെ ഇരിക്കുന്നു. ഡീസന്റായി ഇവിടെ ചായ കുടിക്കാൻ പോകും. ബാ ബാ കട അറിയാം. ഞാനും പാർട്ടി അങ്ങോട്ട് പോയിട്ട് വന്നായിരുന്നു. ഞാൻ രാവിലെ നടന്നായിരുന്നു. നടക്കാൻ പോയി. എത്ര പേരാണ് തുപ്പുന്ന? വായിൽ വെച്ച് അത് കണ്ണടത്തി ചേട്ടാ കിസ് അടിക്കുന്നത് കാണത്തുള്ളു. എടുത്തില്ല ഇതിന്റെ ബ്രൗണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചായ ഫാക്ടറിയിലേക്കാണ്. അതായത് ഇംഗ്ലീഷ് പിന്നെ ടീ ഫാക്ടറിയുടെ മലയാളം ചോദിക്കില്ല, നമുക്ക് അറിഞ്ഞൂടാ. ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ്, അതുകൊണ്ടാണ് നമ്മുടെ ഓൾ ഇൻ വൺ വന്നിരിക്കുന്നു. അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്തും. ക്യാമറ താത്തോളി, മുഖം കാണിച്ചല്ല അറിയത്തുള്ളൂ. അങ്ങനത്തെ അർത്ഥാനൊക്കെ പറയുന്നത്. മാധവനൊരു ഹായ് പറഞ്ഞേ. ഈവനിങ് ഓ ഇക്കടെ ചിരി ശരിയാ. വെള്ളം നമ്മള് മറ്റേ വയറിളക്കം വരുന്ന സാധനത്തിലാണ്. പെഡൽ ബോട്ടല്ല, ആടാൻ പോവാ. ആ തൊട്ടില് പരിപാടിയാ. ആരാ പറഞ്ഞ നീ തിരിച്ചു തന്നാ പോരെ? ഒറ്റ മൈൻഡ് അത് പോയി കയറാം. തൊട്ടിലാടാം. ആട്ടാൻ എത്ര എടാ? ആട്ടിന് എത്ര? ആട്ട് 70 ഒരാൾക്ക് 70. അയ്യോ നോ പ്രോബ്ലം. ഒരാൾക്ക് 70. ബാഗ് എടുത്തോളാം. എന്നെ എടുത്ത് കേറുന്നുണ്ടോ? നിങ്ങൾ കേറുന്നില്ലേ? ആടാൻ കേറണോ? തൊട്ടില് 70 ഒരാൾക്ക്. അരവിന്ദുണ്ട്. തങ്കമുണ്ടോ? ഇല്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? പറക്കും, ആള് പറക്കും. അയ്യോ
ക്രിസന്റാണ്ട് ഒരു കൂസൽ എന്താണെന്നാലും മാണിക്കൊരു അനക്കമില്ല. മാണിയേ മാണി ഒന്ന് കാരണം വലിയ പേടിയില്ലായിരുന്നു. പാൻറ്റെല്ലാം പിഴിഞ്ഞെടുക്കുക. സോറി എങ്ങനെയുണ്ടായിരുന്നു എന്റെ മോനോ? അയ്യോ ഒരു വെടിയും പുകയും മാത്രമല്ലേ കണ്ടുള്ളൂ. എല്ലാം വീട്ടിൽ പോകാൻ പറ്റത്തില്ല. സൂപ്പർ കിടുക്കൻ. പേടിയോ എനിക്കോ? പേടിയോ എനിക്കോ? ഈ സാധന ദേവദാസേ അരവിന്ദ് ഈ മലയുടെ അപ്പുറമാ കേട്ടോ, കാണാൻ വയ്യ. കണ്ടില്ല. ഇത് വീഡിയോ എടുക്കാൻ പറ്റൂല, കറങ്ങി ചിലപ്പോ ഫോൺ പോകും. അത് കടി വാങ്ങിയാണ് ഫ്രണ്ട്. തണുപ്പ് ഇപ്പൊ ഉണ്ട്, നല്ലതാണ്. അയ്യോ അറിയില്ല, ഞാൻ ഒരു പ്രതിമയായിരിക്കും. സുഖാണോ എടോ? എങ്ങനെയുണ്ട് ഇവിടൊക്കെ? സുഖല്ലേ? ആ വലിയ താല്പര്യമില്ല കേട്ടോ. ഇപ്പൊ കയ്യിലെന്താണ്? അങ്ങോട്ട് പോവാ. അമ്മേ ബ്രേക്കില്ല ഇവിടെ നിറങ്ങിയ. ഇല്ലേ തണുപ്പല്ലേ ടീച്ചറെ? ഭയങ്കര തണുപ്പ്. എങ്ങനെയുണ്ടോ നിനക്ക്? കുഴപ്പമില്ല, ഈ ചുണ്ടിന്റെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ഈ തണുപ്പടിച്ച് കയറിയതാ ടീച്ചർ. എടാ ഞാൻ ഇപ്പൊ ഒത്തിരി പെരട്ടി. 3 A+ഉം 2 C+ഉം. എന്നെ ഒന്ന് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോറി സാർ ഐ എം കമ്മിങ് സാർ. ആരോടാ ഇത് ചെയ്യുന്നേ? ആരൊക്കെ മാണിക്കോട്ട് ചെയ്യുന്നു? മാണിയല്ലേ നിക്കുന്നത്? മാണിയാണോ? ഛേ മാണി നിക്കായിരുന്നു, അവനെ ആക്കായിരുന്നു. ഇപ്പൊ മാറുവേ. എങ്ങനെ വർക്കാവില്ലെന്ന് അറിയത്തില്ല. ഇല്ല പറയത്തില്ല, ചിരിക്കത്തേ ഉള്ളടാ ഇത്. പറഞ്ഞോ? ഇല്ല നീ ചെയ്. ഇപ്പൊ ട്രയലാ, ഇപ്പൊ ചെയ്യണം കേട്ടോ. ഇപ്പൊ ചെയ്യണം കേട്ടോടാ ജയരാജ്, ഇപ്പൊ ചെയ്യണം. അടി ഇപ്പൊ ചെയ്യണം മാറണ്ട. ഇപ്പൊ അല്ല ഇപ്പൊ ഇറങ്ങി പോയല്ലോ. ഇപ്പൊ കറക്റ്റ് ചെയ്യണം, ട്രയലാ. അത് കഴിഞ്ഞിട്ട് അടുത്തതിന് മാറിയാ മതി. എവിനെ
എടാ എവിനെ ട്രയലല്ലേ കറക്റ്റ് ആക്കി പറ. അല്ലേ ഒരു ട്രയൽ എടുക്കാൻ പോവാ. ആദ്യമേ ഒറിജിനല്ല, രണ്ടാമത് അവനെ ആക്കാൻ പോകുന്നത്. അറിയുന്നില്ല, പാവം പൊട്ടെ, വർക്കാവില്ല എന്ന് അറിഞ്ഞൂടാ. എന്നാലും പോസ് ചെയ്യണ്ട, മ്യൂസിക് പോസ് ചെയ്യണ്ട കേട്ടോ, പിന്നെ അറിയട്ടെ. പോസ് ചെയ്യണം. അയ്യോ അയ്യോ അയ്യോ. എടാ ഇളയ മക്കൾക്കാണ് വീടിന്റെ പാതി എന്ന് അത് പാരമ്പര്യമായിട്ടുള്ള ലിൻസിന്റെ പ്രകാരം മൂത്ത ആളാ ശരിക്കും ഇളയത് വയറ്റി ജനിച്ചപ്പോ. അതൊന്നും പിന്നെ ഇളയ ആൾക്കാർക്കാണ് വീടിന്റെ കിട്ടാൻ പോകുന്നില്ല, ഇവനെ കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ കുടുംബക്കാര്യം കുടുംബക്കാര്യം കൊടുക്കില്ല, കുടുംബക്കാര്യം കൊടുക്ക. എടുക്കാം വീഡിയോ എടുക്കാം. വാടാ ജിഫിനെ എടുക്കാം. ഫോട്ടോ ഉണ്ട്. ഇത് ഫോട്ടോ അല്ലേ വീഡിയോ? ഫോട്ടോ ഇടറാ, ഫോട്ടോ എടുക്ക. സ്റ്റെഫിൻ എന്തിയാടാ? നാഗമണ്ഡലം സ്റ്റാൻഡിൽ ഒരു പ്രതിമ ഇല്ലടാ ഇതുപോലെ വെക്കുന്ന. അത് ഇതിനെ അത് അതിന്റെ ആള് തന്നെ കേൾക്കുന്നത്. അത് പാതി ചെയ്തിട്ടെ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മ്യൂസിക് ഇട്ട് പിന്നെ അടുത്ത ഇവന്റെ ക്ലോസ് എന്നാ ഒരു ഫോട്ടോ പോലെ എടുത്തിട്ട് അറ്റ് ദിസ് മൂമെന്റ് അതൊക്കെ. പക്ഷെ മറ്റേ അത് കഴിഞ്ഞിട്ട് ചിരി അതൊന്നുകൂടെ എടുക്കാന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ എടുക്കണം, അത് ആര് മിസ്സുമാരെ ഉൾപ്പെടുത്തി, ഒരെണ്ണത്തെ ഉൾപ്പെടുത്തി. പക്ഷെ മിസ്സുമാര് മിസ്സിന് നാണം. മിസ്സുമാരെ പേടിപ്പിക്കാനുള്ള ഒറ്റ വഴിയാ ക്യാമറ. വീഡിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇത് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാണേ, നല്ല പിള്ളേരാണ്. ഒന്നും കൂടെ ഒന്ന് ആലോചിക്കട്ടെ, എന്നാ പറയണം, ഓരോരുത്തരെയും കുറിച്ച് പറയണം. ഇതെന്റെ സ്വന്തം പിള്ളേരാണ്. ഞങ്ങൾ MD സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് ഇവര്. ഞാൻ ഇവരുടെ ടീച്ചറാ. പോയി ഞാൻ ഡബ് ചെയ്യാം. ഇത്രയും നല്ലൊരു പിള്ളേര് പറഞ്ഞു ഞാൻ ഡബ് ചെയ്യാം. അതേ നോക്കി പറഞ്ഞാ മതി. ഈ ക്യാമറയാണ് ഞാൻ. ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയണം. ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം നല്ല പിള്ളേരാണ്. ടീച്ചർ ഇപ്പൊ ഞങ്ങളെ കുറിച്ച് നല്ലതേ പറയത്തുള്ളൂ. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാണ്, നല്ല പിള്ളേരാണ്. നിങ്ങൾ സപ്പോർട്ട്. ഞങ്ങള് MD സ്കൂളിലെ ടീച്ചർമാരും പിള്ളേരുമാണേ. നല്ല പിള്ളേരാണ് ഇവര്. ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നന്നായിട്ട് പഠിക്കും. പിന്നെ ഞാനിപ്പോ ഊട്ടിക്ക് ഇവരെ ടൂറ് കൊണ്ടുവന്നിരിക്കുക. ഇവരെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനും ഇവരോടൊപ്പം അങ്ങ് ചെറുപ്പമായി എന്ന് തോന്നുക. അതുപോലെ നല്ല പിള്ളേരാണ്. ഓരേടാ ടീച്ചർ അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ടീച്ചർ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം എടുത്തിട്ടുണ്ട്. ഉണ്ട്, അതൊക്കെ വേണം. അതാ റീൽ എടുത്തോണ്ടിരിക്കുക. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാണ്. അതൊക്കെ പറയാം, തെറിയൊന്നുമല്ലേ, കുഴപ്പമില്ല. ഇത് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാണ്, നല്ല പിള്ളേരാണ്. എന്ത് പറയണോ? ഇല്ല ഇതെല്ലാം എടുക്കുന്നുണ്ട്. ടീച്ചർമാര് വിചാരിച്ചേക്കുന്ന ആ ഭാഷ മാത്രം എടുക്കുന്നുള്ളതാ. മൊത്തം എടുത്തിട്ടുണ്ട് ടീച്ചറെ. പിന്നെ ഇത് ഏകദേശം 1,00,000 എത്രയോ ആൾക്കാർ കാണും ഈ കാണിക്കുന്നതല്ല. ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ടീച്ചർ തുള്ളിയതൊക്കെ.
പരീക്ഷയ്ക്ക് മാർക്ക് തരുമോ? ഇനിയും പരീക്ഷയ്ക്ക് മാർക്ക് തരുമോ? മുഴുവൻ മാർക്കുണ്ട് ഇവർക്ക്. ആ പറഞ്ഞു പൊക്കിയ പറയാനുള്ള അവിടെ പോയി നീ കൂട്ടത്തിലുള്ള പൊക്കി പറയണേ. പറഞ്ഞു ഹായ് ഗായ്സ്, പറഞ്ഞ ടീച്ചറെ. എന്റെ മിടുക്കന്മാരായ 2 പിള്ളേരാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷ ദിനങ്ങളാണ് ഈ ഊട്ടി ഉല്ലാസയാത്ര. കെവിൻ പിള്ളേരുമായിട്ടുള്ള ഞങ്ങളുടെ ഈ വരവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു അവസരം, എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു അവസരമായി മാറി. കാരണം അയ്യോ വേണ്ട ടീച്ചർ, അയ്യോ വേണ്ട. ഞാൻ അയ്യോ അനുഗ്രഹം വേണ്ട ടീച്ചറെ. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും മിടുക്കന്മാരായ 2 കുട്ടികളായി ഇവര് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പൈസ പിന്നെ തരാം, അക്കൗണ്ടിലോട്ട് തരാം. സതീഷ് സാർ എന്നാണോ നിന്നെ പറ്റി എന്നെ പറയേണ്ടത്? അങ്ങനെയല്ല പറയും, ചുമ്മാ എടുത്തു വിടുന്ന. ഞങ്ങളല്ല ബാ, എല്ലാമാരും ബാ. നിങ്ങളുടെ S2 ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം പറ സാറേ. ക്ലാസിനെ കുറിച്ച് അത് വേണം. സാറിന്റെ ഉള്ളിലുള്ള ആ ഒരു എന്താണെന്ന് നമുക്ക് അറിയണം. ഈ ടൂറിനെ പറ്റിയുള്ള അഭിപ്രായം ഇതാണ്. നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഒക്കെ കുറഞ്ഞു. ഇവന്മാര് മാത്രമേ ഉള്ളൂ ഇപ്പം. നല്ല കുറച്ച് ഒരു ബാച്ചിലുള്ള കുട്ടികള് വളരെ സന്തോഷം. സാറ് റിട്ടയർഡ് ആവില്ലേ? നേരത്തെ വരണ്ട. സോറി സാറ്. അയ്യോ എന്റെ മനസ്സിൽ സാറ് ഷഷ്ടിപൂർത്തിയായിരുന്നു. അത് കുഴപ്പമില്ല. തമാശക്ക് പറഞ്ഞു, പക്ഷേ തമാശക്ക് ഞങ്ങളെ പറ്റി പുകഴ്ത്തി പറഞ്ഞല്ല ടീച്ചർ. ഇത് മൊത്തം ഞാൻ ചുമ്മാ എടുത്തു ടീച്ചർമാരെ എങ്ങനെ പറയുന്നുണ്ട്. അയ്യോ നിർത്തിട്ട് പോടാ, മതിയടാ, നമുക്ക് കുറച്ച് പ്രൈവസി ആടാ. ഇവന്റെ ഫോൺ കിട്ടിയോ? നിന്റെ ഫോൺ കിട്ടിയോ? ഒരു ഫോട്ടോയ്ക്ക് 50 രൂപ, നല്ല ബഡ്ജറ്റാ. ഇപ്പൊ ഒന്നാമത് ഫണ്ട് കുറവാ. ആണാണേ വാങ്ങിക്കണം. ഞാനാണ് QR കൊടുത്ത് പൈസ വാങ്ങിച്ചു. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇവിടെ ഒരു QR പക്ഷെ എന്റെ അക്കൗണ്ടേ കൊടുക്കും, ഞാൻ ഒട്ടിക്കും. ബാങ്കിന് പ്രശ്നങ്ങളൊക്കെ ഭയങ്കര. നീ മൈനർ അല്ലേ? ചേട്ടനാകുമ്പോ ടീച്ചർ അപ്പൊ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങളെ കുറിച്ച് പറയേണ്ട എന്നാന്ന് പഠിച്ചിട്ടുണ്ട്. ഇതുപോലൊരു നല്ല പിള്ളേര് ഇത്ര നേരം പഠിക്കുവായിരുന്നു. കെവിനും ഇവരെന്റെ സ്വന്തം പിള്ളേരാണ്. ഇവരെ കട്ടുറുമ്പിൽ ഇവർ അഭിനയിക്കുമ്പോൾ മുതൽ എനിക്ക് അറിയാവുന്നതാണ്. ഇവരിപ്പോ 1 ചിരി 2 ചിരി ബമ്പർ ചിരിയിലെ വലിയ സ്റ്റാർസ് ആണ്. ഇവരുടെ എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ കാണുന്നതാണ്. എന്റെ ഹസ്ബൻഡാണ് ഇവരുടെ വലിയ ഫാനാണ്. അപ്പൊ അങ്ങനെ ഇവര് എന്റെ ക്ലാസ്സിൽ എത്തിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരെ 10ാം ക്ലാസ്സിൽ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇവരെ പലപ്പോഴും നോക്കാറുണ്ട്. പഠിക്കുന്ന പിള്ളേരാണ്, നന്നായി പഠിക്കും, നന്നായിട്ട് ബിഹേവ് ചെയ്യും, നല്ല 2 കുട്ടികളാണ്. അപ്പൊ ഇവർക്ക് ഇനി മുമ്പോട്ട് ഇവരുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും ഈ ഒരു കരിയറിൽ ഇവര് ഉയർന്നു പോകട്ടെ എന്നും ആശംസിക്കുന്നു. ടീച്ചർ എവിടെ ടീച്ചർ എഴുതി വെച്ചേ? ആ സമയത്ത് ഞങ്ങളെ മറക്കുകയും ചെയ്യരുത്, ഒന്നും കൂടി ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാം എപ്പോഴും ഓർക്കും. സാറിനൊക്കെ കോടാ മനസ്സിൽ ഓർമ്മ. അയ്യോ റീൽ എടുത്തോടാ. എടുത്തു എന്താ എടുക്കുന്നില്ല? ഡാൻസ് എന്താ ടീച്ചറെ? ഞാൻ വരണ്ട ഓടുന്നു, ഒന്നും എടുത്തേക്കരുത്. അതും എടുത്തു. റീൽ എടുക്കാം എടുക്കുന്നില്ല. ബ്ലൂം പോടാ പോസ് ചെയ്യണ്ടാ. എന്താ എടുക്കണ്ട? അശ്വിൻ ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഫോൺ
എത്ര ചേട്ടാ പറയൂ? പ്രൈസ് 17 Pro Max ആണ്. ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് ഒരു 1,60,000 അടുത്ത് വരുന്നതാണ്. ഓക്കെ. അത് കമ്മീഷൻ വേറെ. അപ്പൊ വേറൊരു ഫോണും കൂടെ ഉണ്ടല്ലോ, ഐഫോൺ. വേറൊരു ഫോണുണ്ട്, അത് പൊട്ടിപ്പോയോണ്ടാണ് ഇത് മേടിച്ചത്. ഇനിയിപ്പോ ഇത് പൊട്ടുമ്പോ അടുത്ത് വാങ്ങിക്കും. അപ്പൊ അംബാനി അതിന് അശ്വിൻ ചേട്ടനല്ലേ? അംബാനിക്ക് താഴെ പോക്കറ്റിൽ 2 റിസർവ് ബാങ്ക് കിടപ്പുണ്ട്. കള്ളക്കടത്തും ലൈൻ കട്ട് കള്ളക്കടത്തൊക്കെ സെൻസർ അടിക്കും കേട്ടോ. ചെറിയ സ്മഗ്ലിംഗ് അതൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാം. ഗോൾഡ് കൊണ്ടുവരും. ഇല്ലല്ലേ? കുടിക്കോ. മാർവൽ കൂടെ ഉള്ളപ്പോൾ പൈസ വിഷയമല്ല. ഇവരുടെ പേജിനെ പറ്റി പറഞ്ഞോ. ഞങ്ങൾ ഈ ബസ് ലോങ് ലാസ്റ്റിംഗ് ആണ്, അമേസിംഗ്, നല്ല സെക്സിയാണ്. അല്ല പറഞ്ഞോ, വണ്ടിയെ കുറിച്ച് പറഞ്ഞോ. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് തൻസിയെ കുറിച്ച് പറയാം. ഓ, ഇക്ക ഭയങ്കര സൂപ്പറാണ്. ജാൻസിക്ക എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ജാൻസിക്ക അങ്ങനെയൊന്നുമല്ല, തൻസിക്ക എന്നാണ് പേര്. അതുകൊണ്ട് എല്ലാരും അങ്ങനെ വിളിക്കണം. നമ്മളിങ്ങനെ വിളിച്ച് അങ്ങനെ ആയതാണ്. കല്യാണം കേട്ടോ, കല്യാണമാണ്. എല്ലാരും വിളിക്കാൻ പറഞ്ഞു. എല്ലാരും വരണം കേട്ടോ, എല്ലാരും കല്യാണത്തിന്, എന്റെ കല്യാണത്തിന് വരണം കേട്ടോ. പറയൂ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ല ഫുഡ്, രംഗേടല്ലോ ഫുഡ്. മാർവലല്ലേ ചേട്ടൻ? മാർവലാണോ? സോറി, എനിക്ക് അഭിനയായിരുന്നു. അല്ല പറഞ്ഞു, രംഗയെ കുറിച്ച് എന്താണ്ട് പറയാനുണ്ട്? പോട്ടെ. അശ്വിൻ ചേട്ടനാണ് രംഗയുടെ ഓണർ. കേരളത്തിലെ ഒരേ ഒരു ബസ്സായ രംഗ ട്രാവലർ. ഒരു ബസ്സേ ഉള്ളോ? അല്ലേ, ഒരു ബസ്സേ ഉള്ളൂ. രണ്ട് ബസ്. ഇപ്പൊ നമ്മള് 15 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ടീ ഫാക്ടറി, അത് കഴിഞ്ഞ് ബൊട്ടാനിക്കൽ ഗാർഡൻ, അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. ക്യാമ്പ് ഫയർ, ഫുഡ്, വീട്. ഞങ്ങൾ കുളിക്കാൻ വേണ്ടി നാളെ വാഗമണ് പോവാ. ഏറ്റവും വലിയ കോമഡി എന്നാ പറയാ, മൈക്കോണല്ലായിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. മൈക്കോണാന്ന് തോന്നുന്നു. എന്നാലും കേക്കോടാ, അല്ലേലും കേക്കൂലേ? ഇല്ല, മൈക്ക് കുത്തി കഴിഞ്ഞാൽ കട്ടാവും. ഞാൻ ചെറിയ പൊട്ട മീഡിയ പട്ടാപ്പകൽ സെലിബ്രിറ്റി യുവാക്കൾ ചേർന്നു. ഞങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ല. വീട്ടിൽ അപ്പനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, എനിക്കും വേണ്ട. എന്റെ ബ്രെയിനിനെ എനിക്ക് ഉപയോഗിക്കാൻ, എനിക്ക് എന്റെ പൊണ്ടാട്ടിയെ വേണം. ഞാൻ ഭാവിയിലെ വലിയ ശാസ്ത്രജ്ഞനാവാൻ സയന്റിസ്റ്റ്. കളഞ്ഞോ, എന്നെ കളഞ്ഞോ, എനിക്ക് ഒരു വിഷയമില്ല, എന്നെ കളഞ്ഞോ. എടാ, മറ്റേ ബാംബു ബോയ്സിനകത്ത് പറയത്തില്ല, അതുപോലെ അയ്യോ, എടാ ബാംബു ബോയ്സിനകത്ത് ഇത് പറയത്തില്ല, അതുപോലെ ആളാ. ഈ അമ്പത്ത കാട്ടിലെ മൂപ്പൻ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്റെ കൂട്ടുകാരെല്ലാം ഉണ്ട് കീഴാണ്. ഉണക്കപ്പൈ, ഇതാണ് പോയി കഴിക്കുന്ന സാധനം ആവണി. ഇതിങ്ങനെ പൊളിച്ചിട്ട് കഴിക്കണം. മൂത്തോൻ ഇറങ്ങിയിട്ടുണ്ടേ. ഇതാണ് ലോകയിലെ മൂത്തോൻ. ദുൽഖർ, ഇതാണ് ഫസ്റ്റ് എവിൻ ഗെവിന്റെ യൂട്യൂബ് ചാനലിലാണ് ഇത് കാണുന്നത്. ഇതാണ് ദിസ് യൂട്യൂബ് ചാനൽ is presenting Loka's main actor Muthan here for the first time.
എക്സ്ക്ലൂസീവ്. ഒടിയാൻ വന്നില്ലടാ, ഒടിയാൻ വന്നില്ല. ഒടിയന്റെ മോൻ ഒടിയാ. ഒടിയനല്ല ഓടിച്ചോണ്ടിരിക്കാണ്. എക്സ്ക്ലൂസീവ് ആണ്. ദുൽഖർ അറിഞ്ഞിട്ടില്ല. ദുൽഖറിനെ ഇത് ഇപ്പൊ വിളിച്ച് പറയണം. ഒടിയൻ ഒടിയൻ ഇനി പറയാനുള്ളത് കുട്ടിച്ചാത്ത് 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 മൈക്കിള് ടൊവിനോ ടോവിനോ എങ്ങനെ തോന്നുന്നു? മറ്റേ ഡയലോഗ് പറഞ്ഞാ ടൊവിനോട് ഒരു ഡയലോഗ്. ഹസ്തല വിസ്ത പോലീസുകാരാ. ഹസ്തല വിസ്ത പോലീസുകാരാ. അസ്തല വിസ്തല പോലീസുകാരാ. അത്തള വിത്തള നമ്മളാച്ചി. നമുക്കൊരു നീലിനെ കണ്ടുപിടിച്ചിട്ടില്ല. അത് അടി വാങ്ങിച്ച് കിട്ടാനാ. അതാ ഏറ്റവും വലിയ പ്രശ്നം. ചോദിക്കണം സ്പോൺസർ ചെയ്യാൻ. ഷെബിനാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അവൻ ദയനീയാവസ്ഥ എന്റെ പിടി കിട്ടി. വീഡിയോയിൽ ഒന്നിലും വോയിസ് അധികം കിട്ടിയിട്ടില്ല. സംസാരിക്കണം. ഫെബിന്റെ ഒച്ച കേട്ടിട്ടില്ലോ? ഫെബിൻ ഹലോ ഗൈസ്. ഇപ്പോ ഞങ്ങൾ ടീ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ചായപ്പൊടി വാങ്ങിക്കൽ. നമ്മൾ ചായപ്പൊടി ഒരു മൈക്ക് ഉണ്ടല്ലോ കോളർ. അവിടെ ഈ വ്യൂ കൊള്ളാല്ലേ? അയ്യോ സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, ഇതാണ് സ്വർഗം. സ്വർഗം സൂര്യന്റെ വെളിച്ച മോന്തയിലൊക്കെ അടിക്കുന്നത്. സൂര്യൻ എന്നിട്ടില്ലല്ലോ ഇവിടെ. മറ്റേ ഇന്ത്യടാ മൈക്ക് കയ്യിലുണ്ടോടാ? ആരെങ്കിലും കൂടുന്തോറും ചായയുടെ സ്വാദും കൂടും, ഊട്ടിയിലെ തണുപ്പും കൂടും. ഭയങ്കര തണുപ്പും കൂടും. എടാ അവിടെ 5 രൂപടാ മൂത്രമൊഴിക്കാൻ. അവർക്കറിയാം തണുപ്പത്ത് വരുമ്പോ, തണുപ്പത്ത് കിടക്കാത്തവര് തണുപ്പത്ത് വരുമ്പോ എടുക്കാൻ മുട്ടെന്ന് അറിയാം. ദേവി ഇവിടെ പിടിക്കാൻ പോകരുത്. എനിക്ക് എത്ര പറയാനുണ്ട്. ഒന്ന് പിടിക്കാൻ കയറിയാ ഫ്ലഷ് ചെയ്യാൻ ഇവിടെ ഫ്ലഷ് ചെയ്യത്തില്ല. മൂടും കൂടെ പോയി പിടിക്കാനുള്ളത്. ജനത്തെ അപമാനിച്ച പോലെ ആയിരുന്നു. അയ്യോ ക്രിസാ ഡോണ്ട് ഡു ക്രിസാ. പ്രശ്നമുള്ള എന്റെ അടുത്തോട്ടെ ചെന്നി വാടാ. എങ്ങനെയുണ്ട് ടീച്ചറെ? തണുപ്പ് കൂടി. ഇപ്പൊ തണുപ്പ് കൂടി, ഭയങ്കര തണുപ്പ്. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ചായയുടെ സ്വാദ് കൂടും. ചായയുടെ സ്വാദ് കൂടും. കണ്ടോ, അത് ചെറുതല്ലേ? അതിനേക്കാൾ ഇച്ചിരി വലുതാത്. അതിനേക്കാൾ ഇച്ചിരി വലുതാത്. അപ്പൊ ഓരോ ടീ ഓരോ ഇതാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ, പോപ്പ്, സ്ട്രോങ് ടീ, ചോക്ലേറ്റ് ടീ, കാർഡമം ടീ. അപ്പൊ അതൊക്കെ ആയിട്ടായിരിക്കും ഫ്ലേവർ പോലെ ആയിരിക്കും ഇത്. എന്നിട്ട് അതുകൊണ്ട് മാറ്റി വെച്ചാൽ ഫ്ലേവർ ചേർക്കുന്നു. വൈറ്റ് കളറിൽ ചിലപ്പോ ഇടുമ്പത്തേക്കിന് വൈറ്റ് കളർ ആവുമായിരിക്കും. തമിഴല്ലേ? നമ്മൾ തമിഴ്നാട്ടിൽ വന്നിരിക്കുകയാണ്. പറ അക്ക കൊഞ്ചം വളി മാറിക്കോട് അക്ക. അക്ക കൊഞ്ചം വളി മാറിക്കോട് അക്ക. മലയാളികളുടെ അടുത്ത് പറയില്ല, ഇവിടെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ വരുന്ന തമിഴിനോട് പറഞ്ഞോ, ഈ വരുന്ന തമിഴിനോട് പറഞ്ഞോ. ഇല്ല ഇത് എരപ്പാളിയാ. മഹാദേവൻ അടി വെച്ച് തരും. മലയാളികളുണ്ട് പറയല്ലേ? അവിടെ ഇതുണ്ടോ? ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് അത് ശരിയല്ല, അത് വേണ്ട. ബൊട്ടാണിക്കൽ ഗാർഡൻ. നല്ല രസമുണ്ട്. തണുപ്പ് എന്റെ മോനാട്ടെ ഇത്. യശോദയുടെ one and only son. യശോദ ഒരു ഫ്രഞ്ച് അടിക്കാൻ പോയിരിക്കുന്നു. ഇതിനി ഒന്നും കൂടെ തലയിട.
എന്നാ നിധി കിട്ടിയേ? അകത്ത് രണ്ട് പുഴുക്കളുടെ പ്രേമം, രണ്ട് പിഞ്ച് പുഴുക്കളുടെ പ്രേമം ഒളിക്കുന്നു. രണ്ട് പിഞ്ച് അത് പ്രേമല്ലായിരുന്നു, അത് അഭിഹിതമായിരുന്നു. എന്താ മോനെ, എന്നെ കൊണ്ട് എന്താ മോനെ പറ്റത്തെ? ശരിയുള്ളോളാം എടാ അതെന്തൊരു മരം കാണിച്ചാ. അയ്യോ ആ ദേവനാഥൻ ഒന്നാമത് ഭയങ്കര വലിപ്പം, അവൻ നിന്നിട്ട് പോലും മറ്റേ പാർക്കാണ്. മലയാളിയാണോ? എടാ എവിനെ ഇങ്ങോട്ട് ഇവനറിയാവോ? ഇവനാണ് ചെന്ന് പറയാം. അവതാ എടാ മാറി, നീ എന്തിനാ ചോദിച്ചത്? പോടാ ചെപ്പിനെ ഒരു ചെറുക്കൻ്റെ അടുത്ത് ചോദിച്ചു, ഇവനെ മനസ്സിലായോ? ആരാ ഇവൻ? എടാ ബ്ലാക്ക് മാനാ? എടാ ബ്ലാക്ക് മാനാന്ന് പറഞ്ഞത്. ഞങ്ങള് ബ്ലാക്ക് മാനാ. കേസ് ചെയ്യണ്ട പിള്ളേര്. അതെ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് വന്ന് നിനക്ക് പൊക്കിക്കൊണ്ട് പോകും കേട്ടോ. അപ്പൊ ഞങ്ങള് വൈറ്റ് മാൻ. പോക്സോ. പോക്സോ ചിക്കൻ. എടാ നമുക്ക് അങ്ങോട്ട് പോണ്ടേ? അവൻ ശരിക്കും പേടിച്ചു വേണം. മൈക്കുണ്ട്. എന്റെ പേനാടാ? ഇങ്ങോട്ട് ഇങ്ങോട്ട് പേന്താ? ഇത് ഇത് കെവിൻ, ഇത് എബിൻ. നീ മിണ്ടല്ലേ പ്ലീസ്. ഒരു പ്രാവശ്യം നാണം കെടുത്തിയ പോരാ. അവൻ എൻജോയ് ചെയ്യട്ടെ, അവൻ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. ഒറ്റക്കളിയുള്ള ജയിക്കുന്ന എല്ലാ ദൈവത്തെ വിളിച്ചൊരു അവനിപ്പോ പൊക്കണേ എല്ലാവരും വന്നോടെ പൊക്കണേ. ഇത് ഞാനാണോ നിന്റെ അണ്ണൻ തന്ന? അല്ല ഞാനും. ക്യാമറമാൻ ഇതുവരെ കണ്ടായിരുന്നു. ക്യാമറമാനെ കാണിക്കാം. ക്യാമറമാൻ
ഓ